എന്താ പറയുക, കിടിലൻ ഹാക്കാണ്. എങ്ങനെ അടി തല്ല് ഇവിടെ നിന്ന് വന്നു ചോദിക്കണ്ട. ടീച്ചറുടെ കയ്യിൽ നിന്ന്, ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന്, പ്രിൻസിപ്പാളിന്റെ കയ്യിൽ നിന്ന്, പിന്നെ എല്ലാ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന്, കുട്ടികളുടെ കയ്യിൽ നിന്ന്, വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും അനിയന്റെയും ചേച്ചിയുടെ അനിയന്റെ എല്ലാവരുടെ കയ്യിൽ നമുക്ക് തല്ല് കിട്ടും. പിന്നെ നാട്ടിൽ നിന്നുള്ളവർ കൊണ്ട് വേറത്. അങ്ങനെ എല്ലാ വക ചീത്തപ്പേരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു അടിപൊളി കിടിലൻ ഹാക്കാണ്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് ബാക്ക് ടു സ്കൂൾ ഹാക്സ് ആൻഡ് പ്രാങ്ക്സ് ആണ്. അപ്പൊ ഇത് കുറച്ച് എന്താ പറയാ, കുറച്ച് കിടിലനായിട്ടുള്ള കുറച്ച് ഹാക്സ് ആണ്. അപ്പൊ ഇപ്പൊ കോളേജും സ്കൂളൊക്കെ എല്ലാവർക്കും തുറന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇട്ടിട്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്കിലാണ്. ഞാൻ റെസ്പോൺസിബിൾ അല്ലാട്ടോ അതിലൊന്നും. നമ്മൾ ജസ്റ്റ് ഫോർ ഫണ്ണാണ് നമ്മൾ ഈ ഹാക്സ് ഒക്കെ ചെയ്ത് നോക്കുന്നത്, പ്രാങ്ക്സ് ഒക്കെ ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹാക്സിൽ നമ്മുടെ കൂടെ ഒരാളും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണതായിരിക്കും കേട്ടോ. പിന്നെ എന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാം. പിന്നെ അധിക സമയങ്ങളിൽ വേഗം നമ്മുടെ ഹാക്സിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാക്കാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്കായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ബുക്കിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും. പക്ഷെ എഴുതുമ്പോ എന്താ, ഒന്നെങ്കിൽ അടുത്തിരിക്കുന്ന ആളല്ലെങ്കിൽ മാം അത് കണ്ടു വെച്ചാൽ നമ്മുടെ പണി തീരും. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു പേജ് എടുക്കുക, അതിൽ സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുക. അതിനുശേഷം അതിന്റെ മുകളിൽ നമ്മൾ മാർക്കർ വെച്ചിട്ട് എഴുതാം. ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഉടനെ തന്നെ ഒരു സ്ക്രബ്ബർ സ്പോഞ്ച് വെച്ച് അത് മാറ്റി കളയാന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തോരം വേണമെങ്കിലും എഴുതും ചെയ്യാം. പിന്നെ അതുപോലെ ആരും കാണും ചെയ്യില്ല. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. പൊട്ടിച്ച് വെച്ചേക്കണം. അപ്പൊ മാർക്കർ വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവാണ്. അപ്പൊ എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും നമുക്കൊന്ന് എഴുതാം. ഹായ് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മുടെ സ്ക്രബ്ബർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് സൈഡോട് വേണമെങ്കിൽ മാറ്റി വെക്കാം. ആദ്യം പോയി. അത് നമ്മള് അടുത്ത ഒന്നും കൂടി എഴുതാണ്. അതിനുശേഷം നമ്മളിതേ ഈ സൈഡോട് മാറ്റി വെക്കാം. ഇതോട് ബാക്കിപ്പോഴും പോണ്ട്. അപ്പൊ ഒരു സംഭവം അടിപൊളിയാണ്. ഇത് നമ്മളിത് എഴുതിയിട്ട് ഇപ്പൊ നമ്മള് സാധാരണ പേജിലാണെങ്കിൽ ഇതേ പോയിട്ടാ. ഇപ്പൊ പുറത്തേക്ക് ഇതിരി പോയിട്ടുണ്ട്. അപ്പൊ അതേ മാറ്റാൻ നോക്കിയേ, നമ്മുടെ ആ സെലോ ടേപ്പിന്റെ മുകളിലുള്ളതൊക്കെ മാഞ്ഞു പോയി, അല്ലാത്തത് പുറത്തന്നെ കിടക്കണം. അപ്പൊ ഇതൊരു കിടിലൻ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയാ, നമ്മള് നല്ല കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ എഴുതി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഒരു പേജ് എടുക്കാം, അതിൽ ഫുൾ ഇങ്ങനെ സെലോ ടേപ്പ് പിടിച്ച് വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും എഴുതി പഠിക്കണം എന്ന് വെച്ചാൽ അതും ഇങ്ങനെ എഴുതി പഠിക്കാം. അതിന് ശേഷം മായ്ക്കാം. നമ്മള് വൈറ്റ് ബോർഡിൽ നമ്മൾ എഴുതില്ലേ, അതുപോലെ നമുക്ക് എഴുതി പഠിക്കണമെങ്കിൽ എഴുതാം. അതൊരു നല്ല കുട്ടികൾക്ക് അതിന് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എങ്ങാനും സീക്രട്ട് മെസ്സേജ് പാസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വീട്ടിലായാലും എവിടെയായാലും നമുക്ക് അതിന് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സെലോ പൊട്ടിക്കുക, എഴുതാം. അത് കഴിഞ്ഞിട്ട് മാച്ച് കളയാം. തുണി വെച്ച് മാച്ചാൽ ഇത് മാഞ്ഞു പൂട്ടാം. അപ്പൊ ഒരു കിടിലൻ ഹാക്കാണ്. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കോളൂ. പണി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുറ്റില്ല, എന്റെ പേരിൽ കുറ്റമില്ല. ഞാൻ പറഞ്ഞു ചെയ്യേണ്ടത് ഇതിന്. അപ്പൊ ഇത് സക്സസ്ഫുൾ ഹാക്കാണ്. 10 മാർക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്, എങ്ങനെ അടി കിട്ടുന്ന ചോദിക്കണ്ട, ഇത് ചെയ്താൽ അടി ഉറപ്പാണ്. അടി, മാനനഷ്ടം, മാനഹാനി, പിന്നെ എന്താ പറയാ, വീട്ടിൽ നിന്ന് ചിലവ് പുറത്താക്കി തന്നെ വരും. അത്ര അടിപൊളി ഒരു കിടിലൻ ഹാക്കാണത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മള് ഫെയിൽ ആയത് നമുക്ക് എഫ് എഴുതി കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പാസ് എന്ന് വെച്ചാൽ പിയും ഫെയിൽ എന്ന് പറഞ്ഞാൽ എഫ് അല്ലേ. അപ്പൊ എഫ് വന്നെന്ന് വെച്ചാൽ നമുക്ക് അത് എങ്ങനെ A+ ആവാന്നാണ് ഇവര് കാണിച്ചു തരുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് ഇവർ ചെയ്യണത്. അപ്പൊ നമുക്കിത് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇവിടെയാണ് നമ്മള് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. അപ്പൊ നമ്മൾ ആദ്യം എഫ് എഴുതാൻ പോവാട്ടോ. അതേ നോക്കിയോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എഫ് എഴുതി ഫെയിൽ ആയി പോയി നമ്മള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ, അതിന് നമ്മൾ A ആക്കി. ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു പ്ലസും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A+. നമുക്ക് എത്ര മാർക്ക് കിട്ടില്ല? A+. നമ്മൾ ഫെയിൽ ആക്കില്ല, A+ കിട്ടിയതാണ് പറയുന്നത്. അടുത്തത് പറയണെങ്കിൽ നമുക്ക് D ആണ് കിട്ടിയെന്ന് വിചാരിച്ചു. ഇപ്പൊ തോറ്റു കഴിഞ്ഞാൽ Dയും കിട്ടുമല്ലോ നമുക്ക്. അപ്പൊ D എന്ന് കിട്ടി വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അത്ര അത്യാഗ്രഹം പാടില്ല. നമുക്ക് A+ വേണ്ട, പകരം A മതി. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചതേ. അതിനുശേഷം
അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ട് അപ്പൊ ഇതൊരു നല്ല കിടിലൻ ഹാക്കാണ്. ഈശ്വര ഇതെങ്ങാനും പാറു കൊണ്ട് എന്നെ പറ്റിക്കാണ്ടിരുന്നാ മതി. അപ്പൊ എന്താ പറയാ, ഇതൊരു കിടിലൻ ഹാക്കാണ്. എങ്ങനെ അടി തല്ല് ഇവിടെ നിന്ന് വന്നു ചോദിക്കണ്ട. ടീച്ചറുടെ കയ്യിൽ നിന്ന്, ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന്, പ്രിൻസിപ്പാളിന്റെ കയ്യിൽ നിന്ന്, പിന്നെ എല്ലാ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന്, കുട്ടികളുടെ കയ്യിൽ നിന്ന്, വീട്ടിൽ വന്ന അച്ഛന്റെ അമ്മയുടെയും അനിയന്റെയും ചേച്ചിയുടെയും അനിയത്തിയുടെ എല്ലാവരുടെ കയ്യിൽ നമുക്ക് തല്ല് കിട്ടും. പിന്നെ നാട്ടിലുള്ളവർ മുഴുവൻ മാർക്ക് തിരുത്തിയതുകൊണ്ട് വേറത്. അങ്ങനെ എല്ലാ വക ചീത്തപ്പേരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു അടിപൊളി കിടിലൻ ഹാക്കാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണവരൊക്കെ ഓൺ റിസ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ എന്റെ ഒരു അഭിപ്രായം ട്രൈ ചെയ്യേണ്ടതെന്ന് കേട്ടാ. നമുക്ക് അങ്ങനെ മാർക്കറ്റിട്ട് കാര്യമില്ലല്ലോ, അടി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, എന്നാലും പിടിക്കാണ്ടിരിക്കില്ല. അപ്പൊ എന്താണ്, ഈ ഹാക്കിൽ ഞാനൊരു 10 മാർക്ക് കൊടുക്കും കേട്ടോ. സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു പ്രാങ്ക് ആണ്. പ്രാങ്ക് എന്ന് പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ട്, അപ്പൊ കൊറോണ സമയത്താണ് കോളേജിലൊക്കെ പിള്ളേരൊക്കെ പോയി തുടങ്ങി. അപ്പൊ നമുക്ക് പിന്നെ ചിലവരോട് നമുക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലവർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ എന്തെങ്കിലും സീക്രട്ട് പറയണം. അപ്പൊ ഒരു അടുത്ത് വന്നിരുന്നാൽ നമുക്ക് സ്വയം തന്നിട്ടില്ല എന്നൊക്കെ വരും. അപ്പൊ അവര് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നാണ് പറയണത്. എന്താ വെച്ചാൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലേ, എന്നാലും ഇവര് പറഞ്ഞു തരാണ് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാന്ന്. അപ്പൊ ഇപ്പൊ കൊറോണ സമയം കാരണം ഇവര് പറയുന്നത്, നമ്മള് കയ്യിൽ ഒരു സ്പ്രേ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇപ്പൊ നല്ല ഫുൾ സ്ലീവ് ആണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ ഇടയിലായിട്ട് വെക്കുക. എന്നിട്ട് അതിന്റെ നമ്മള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്താ ചെയ്യാ, ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അച്ചി എന്നിട്ട് ഇങ്ങനെ തുമ്മുമ്പോ എന്താ ഉണ്ടാവാ, കയ്യിൽ ആ സ്പ്രേയുടെ കുപ്പി ഒറ്റയടിക്കലടിക്കുക. അപ്പൊ അടുത്ത ആള് വിചാരിക്കും ഈശ്വര തുമ്മിയതാണ് മുഖത്തേക്ക് ഇത് തെറിച്ചെന്ന് വിചാരിക്കും. അപ്പൊ അവര് ഓടി രക്ഷപ്പെട്ടോളെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ കൂടെ ഈ ഹാക്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന നമ്മുടെ പാറുവാണ്. അപ്പൊ ഞാനും കോളേജ് കുമാരി, അവളും കോളേജ് കുമാരി. അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇവളിങ്ങനെ കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരാണ്. അപ്പൊ നമ്മള് എടുത്തേക്കണത് ഒരു സ്പ്രേയുടെ കുപ്പിയല്ല, സ്പ്രേ അല്ല, സാനിറ്റൈസറിന്റെ കുപ്പിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ സാനിറ്റൈസർ നമ്മൾ വേറൊരു കുപ്പിയിലാക്കിയിട്ട് ഇതിൽ പച്ചവെള്ളം നിറച്ചേക്കണം. പച്ചവെള്ളം തന്നെ നിറച്ചുള്ള വേറെ മുളകുപൊടിയുള്ള വെള്ളം നിറക്കരുത്. അപ്പൊ ശരിക്കും പണി കിട്ടും. പച്ചവെള്ളം പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഫുൾ സ്ലീവുള്ള ചുരിദാറില്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തേക്കും, ഷോൾ എടുത്തിട്ടേക്കാണ്. എല്ലാവരും ഷോൾ ഇട്ടല്ലേ പോവാ. ഇപ്പൊ ആമ്പിള്ളേരാണെങ്കിൽ ഫുൾ സ്ലീവുള്ള ഷർട്ട് ഇട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ടവല് വെച്ചത് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ നമ്മളിത് വർക്കൗട്ട് ആവില്ല, നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പോയി പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ വർക്കൗട്ടായി, ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടായില്ല. അപ്പൊ ഇനി അതിന് ശേഷം നമ്മൾ തുടങ്ങാൻ പോവാണ്. അതെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വിചാരിച്ചോട്ടോ ഒരാളുടെ അടുത്ത്. അപ്പൊ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെവി കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ സക്സസ് ആയിട്ട്, നമ്മുടെ പ്രാങ്ക് സക്സസ് ആയിട്ട്. അപ്പൊ അവള് വിചാരിച്ചു ഞാൻ തുമ്മിയപ്പോ തെറിച്ചതാണ്. അപ്പൊ ഈ കൊറോണ സമയം കാരണം പേടിച്ചോടിയതാണ്. അപ്പൊ മിക്കതും കൊറോണ സമയം നമ്മളൊന്ന് തുമ്മി കഴിഞ്ഞാൽ ഓടും. പിന്നെ മാസ്ക് ഇട്ടിട്ടാണല്ലോ എല്ലാവരും പോണത്. ആ മാസ്കിന് മെല്ലെ മാസ്ക് ഇടാണ്ട് ആരെങ്കിലും അവർ പേടിക്കും, നല്ല പേടിച്ചു തരും. അപ്പൊ സക്സസ്ഫുൾ ആയിക്കാണ് 10 മാർക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്തേക്കുള്ളത് സൂപ്പർ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഈ ഹാക്ക്. ട്രൈ ചെയ്ത് നോക്കിക്കോന്ന് ഞാൻ പറയില്ല, കാരണം എന്റെ പേരിൽ കുറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ റിസ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറഞ്ഞത് റിവെഞ്ച് ഹാക്കാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവളുടെ മുഖത്തേക്ക് സാനിറ്റൈസർ അടിച്ചപ്പോൾ ഇവളുടെ മേക്കപ്പ് നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടയുടെ ഉള്ളിൽ നിന്ന് തൊണ്ടേക്കെടുക്കും. മേക്കപ്പ് ഒക്കെ പോയി. അപ്പൊ എന്തുണ്ടായ മേക്കപ്പ് ഒക്കെ പോയപ്പോ അവള് എന്ത് ചെയ്യണു, നമ്മള് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ടോയ്ലറ്റിൽ പോയിട്ട് ഇങ്ങനെ കൈ കഴുകും, വാഷ്റൂമിൽ പോയിട്ട് മോറും കൈയൊക്കെ കഴുകാൻ വേണ്ടി പോകും വാഷ് ബേസിന്റെ അടുത്തേക്ക്. ഇവളെന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിന്റെ ഇടയിൽ ഒരു കോയിൻ സെല്ലോടെ പൊട്ടിക്കാൻ പോണ്. അപ്പൊ ഞാൻ അത് തുറന്നു വഴിക്കുമ്പോഴത്തേക്ക് ഒക്കെ വെള്ളമാവും. അതാണ് ഇനി ഇവള് ചെയ്യാൻ പോണത്. അപ്പൊ ഒരു ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അത് നമ്മൾ കോയിൻ റെഡിയാക്കിയിട്ടുണ്ട്, സെല്ലോ ടേപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്.
മുകളിലെ. അപ്പൊ നല്ല കിടിലൻ പ്രാങ്ക് ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കിടിലൻ പ്രാങ്ക് ആയിട്ടുണ്ട്. നമ്മള് നനഞ്ഞിരിക്കുമ്പോ അത് തുടയ്ക്കാൻ വേണ്ടിട്ട് തോർത്ത് കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ച സ്നേഹം കൊണ്ടല്ലേന്ന്. അത് മേടിച്ച് തുടച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിറച്ച് പൗഡർ ഇട്ട് വെച്ചേക്കാണ്. ഇതിൽ അടിപൊളി. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. ഒരു സൂപ്പർ പ്രാങ്ക് ആയിരിക്കും. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അടി ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ ഒരു പ്രാങ്കിന്, ഈ ഒരു ഹാക്കിന് നമ്മൾ 10ൽ 10 മാർക്ക് കൊടുക്കാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇനി ഹാക്സ് ഒന്നുമില്ല, നമ്മുടെ ഹാക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളാകെ നനഞ്ഞപ്പോ നമ്മള് ഫേസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്, മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട് തോർത്തെടുക്കാൻ ഇപ്പോൾ വളരെ സ്നേഹത്തോട് അയ്യോ അമ്മ സോറി എന്ന് പറഞ്ഞിട്ട് അവള് നമ്മുടെ അടുത്തേക്ക് വരാണ് ചെയ്തത്. അപ്പൊ അവള് എന്ത് ചെയ്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തോർത്തിനുള്ള കംപ്ലീറ്റ് പൗഡർ ഇട്ടേക്കായിരുന്നു അവള്. അത് വെച്ച് നമ്മൾ അറിയില്ലല്ലോ, നമ്മള് പാവങ്ങൾ ആ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ വീണ് പോയി. ആ തോർത്തിന് തുടച്ചൊഴിക്കും മുഖത്ത് നിറച്ച് പൗഡർ ആയിരുന്നു. അപ്പൊ അതൊരു കിടിലൻ പ്രാങ്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അടിയുടെ കാര്യം പറയണ്ട. ഇതങ്ങോട്ട് ചെയ്തതിന് ശേഷം പിന്നെ അടി പൊടിയിരി കഞ്ഞിയായിരിക്കും ചെയ്തവർക്ക്. അതല്ല, അതൊക്കെ നമ്മൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടതാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇന്നലെ നമ്മുടെ ഹാക്സും പ്രാങ്ക്സും ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ എന്താ പറയുക, നല്ല കിടിലൻ കമന്റ്സ് അയക്കാൻ മറക്കരുത്. പിന്നെ എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് 2 ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ മാക്സിമം ഒരു 3000 ലൈക്സിന്റെ അടുത്ത് എത്തിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിനേക്കാളും കുറച്ചുകൂടി കിടിലനായിട്ടുള്ള പ്രാങ്ക്സ് നമ്മൾ വരേണ്ടതായിരിക്കും. അപ്പൊ എന്താണ് പിന്നെ പറയുന്നത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാം. അപ്പൊ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.